ആശുപത്രി ബിൽ അടയ്ക്കാത്തതിനെ തുടർന്ന് ദുബായിൽ 14 ദിവസം മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മലയാളി പ്രവാസിയുടെ മൃതദേഹം വിട്ടുനൽകി. തൃശൂർ സ്വദേശി സുരേഷ് കുമാറിന്റെ മൃതദേഹമാണ് വിട്ടുനൽകിയത്. നടപടിക്രമങ്ങൾക്ക് ശേഷം മൃതദേഹം ഉടൻ നാട്ടിലെത്തിക്കുമെന്ന് സാമൂഹിക പ്രവർത്തകർ അറിയിച്ചു. അരുൺ പാറാട്ട് ചേരുന്നുണ്ട് വിവരങ്ങളുമായി ദുബായിൽ നിന്ന്. അരുൺ, ഒരു പ്രതിസന്ധി ഈ വിഷയത്തിൽ എങ്ങനെയാണ് രൂപപ്പെട്ടത്? ഇപ്പോൾ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾക്ക് തുടക്കമായിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളും എങ്ങനെ, അരുൺ പാറാട്ട്? റീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ 14 ദിവസമായി ദുബായിൽ ആശുപത്രിയിൽ മോർച്ചറിയിലായിരുന്ന മലയാളിയായ തൃശൂർ സ്വദേശി സുരേഷ് കുമാറിന്റെ മൃതദേഹമാണ് ഇപ്പോൾ വിട്ടു നൽകിയിരിക്കുന്നത്. 59 വയസ്സാണ് അദ്ദേഹത്തിനുള്ളത്. ദുബായിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരികയാണ് സുരേഷ് കുമാർ. ഈ കഴിഞ്ഞ മാസം ഏപ്രിൽ 5-ാം തീയതി പനിയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ദുബായ് സൗദി ജർമ്മൻ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചത്. പിന്നീട് ആശുപത്രിയിൽ വെച്ച് തന്നെ സുരേഷ് കുമാറിന് ന്യൂമോണിയ സ്ഥിരീകരിച്ചു. അങ്ങനെ 14 ദിവസത്തോളം വെന്റിലേറ്ററിൽ കഴിയേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്ന് ഏപ്രിൽ 22-നാണ് സുരേഷ് കുമാർ മരിച്ചത്. ഈ ആശുപത്രിയിലെ ബിൽ തുകയായിട്ട് ഏകദേശം 4 ലക്ഷത്തോളം ദിർഹം അടയ്ക്കേണ്ടതായി വന്നു. ഇത് അടയ്ക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു ഇപ്പോൾ മൃതദേഹം കഴിഞ്ഞ ദിവസങ്ങളായി ആശുപത്രി മോർച്ചറിയിൽ തന്നെ സൂക്ഷിക്കേണ്ടി വന്നത്. ഇതിപ്പോൾ ആശുപത്രിയുടെ അധികൃതരുടെ ശ്രദ്ധയിലേക്ക് ഇവിടെയുള്ള സാമൂഹ്യ പ്രവർത്തകർ ഉൾപ്പെടെ വരുത്തുകയും ആശുപത്രി തന്നെ തങ്ങളുടെ ചാരിറ്റി ഫണ്ടിൽ നിന്ന് ഈ ഒരു തുക എടുക്കുകയും ഇദ്ദേഹത്തിന്റെ മൃതദേഹം റിലീസ് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയും ചെയ്തു. ഇപ്പോൾ എന്തായാലും മൃതദേഹം ഇപ്പോൾ എംബാം ചെയ്യുന്നതിനായി ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഉടൻ തന്നെ നടപടിക്രമങ്ങൾക്ക് ശേഷം ഉടൻ തന്നെ നാട്ടിലെത്തിക്കുമെന്ന് സാമൂഹ്യ പ്രവർത്തകർ നമ്മളോട് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഉടൻ തന്നെ ഇദ്ദേഹത്തിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ സാധിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ശരി, അരുൺ പാറാട്ട് ദുബായിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.